കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ തമ്മിലടിച്ച് SFI UDSF പ്രവർത്തകർ. ഹെൽമറ്റും ചെടിച്ചട്ടിയുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. പലതവണ പോലീസ് ലാത്തി വീശി. ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്ന ആരോപണത്തിൽ SFI സ്ഥാനാർത്ഥിയെ പോലീസ് തടഞ്ഞുവെച്ചു. യൂണിയൻ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയെന്ന് MSF ആരോപിച്ചു. എന്നാൽ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന സഫ്വാൻ കർണാടകയിലാണെന്ന് SFI പ്രതികരിച്ചു. ഇപ്രാവശ്യം കാസർഗോഡ് ജില്ലാ റപ്പ് UDSF സഖ്യം പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ MIC കോളേജിലെ ഒരു UEC സഫ്വാനെയാണ് തട്ടിക്കൊണ്ടുപോയത് SFIയുടെ നേതാക്കന്മാർ. അതിനെതിരുള്ള പ്രതിഷേധം. കാർ നമ്പർ അടക്കം വെച്ചിട്ടാണ് ഇവർക്ക് പരാതി പറയുന്നത്. പക്ഷെ അവർ എവിടെയാണ്, എന്താണ്, എങ്ങനെ പൊട്ടം കളിക്കാണ് ഇവിടുത്തെ പോലീസ്? കോടതി ഉത്തരവിനെയാണ് അവർ മറികടക്കുന്നത്. അല്ല, അത് ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഈ രാവിലെ ഞങ്ങൾ ഈ കുട്ടിയെ കുറിച്ച് അറിയുന്നത് തന്നെ ഈ കുട്ടിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ കുട്ടി ഇവിടെ ഇല്ല. പക്ഷെ പകരം വേറെ ആരോ വന്നിട്ടുണ്ട്. എന്നാൽ ആ വോട്ട് വിളി ചെയ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനൊരു വിഷയം ഉയർന്നതിന് ശേഷമാണ് ആ വിഷയം വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ വോട്ട് ചെയ്യാൻ ഇവിടെ ആളെത്തിയിരുന്നു. ഇവിടെ ചില ക്രമസമാധാന പ്രശ്നം, ഇങ്ങനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം വന്നതിൻ്റെ ഭാഗമായി പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. ഈ കുട്ടി ടൂർ പോയതാണ്, ഇതിപ്പോൾ തെളിഞ്ഞു. എന്തായി ഞാൻ നേരമുണ്ട് റായത്തിലുണ്ട്. ഞങ്ങൾക്ക് അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷന് പോകാൻ കഴിഞ്ഞിട്ടാ. എനിക്കറിയില്ല കഥ. ഞാനിവിടെ ഒരു ചോറ് കഥ അറിയുന്നില്ല. ഞാൻ അങ്ങനെ ചെറിയ പ്രശ്നമായിട്ട് ബാക്കിയിട്ടുണ്ട്. പിന്നെ അതിനോട് എനിക്ക് ഇലക്ഷൻ പോയത്. ഞാൻ നേരമുണ്ട്. എനിക്ക് വേറെ അങ്ങനെ എത്താൻ ടൈം കിട്ടിയില്ല. ഇവിടെ തന്നെ ബാക്കിയാണ്. ഞാൻ തീർക്കാണ്ട് കുറച്ച് പ്രശ്നം. 2 ദിവസം അതിൻ്റെ എത്തും. ഓക്കെ. എന്തായാലും സർവകലാശാലയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഇങ്ങനെ യുദ്ധക്കളമായി മാറിയത്. ഹെൽമറ്റും ചെടിച്ചട്ടിയുമൊക്കെ എടുത്തുള്ള മർദ്ദനം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇപ്പോൾ ഇന്ന് കണ്ടു. ഇതിപ്പോൾ റിസൾട്ട് എപ്പോൾ വരും? റിസൾട്ട് വന്നാൽ ഇനി വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും സംഘർഷത്തിലേക്കും പോകുമോ എന്നുള്ളതാണ് പേടി. റോഷ്നി, സംഘർഷഭരിതമായ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ഇന്നുണ്ടായത്. വോട്ടെടുപ്പിന് നിമിഷങ്ങൾക്ക് മുൻപാണ് ആദ്യം ഈ UDSF പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം UDSFിൻ്റെ കോഴിക്കോടുള്ള UUCയെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ആരോപണം. അതിനു പിന്നാലെ ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ ആദ്യം വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് വലിയൊരു സംഘർഷത്തിലേക്ക് മാറി. പോലീസ് ഇടപെട്ടു. പക്ഷേ പോലീസിന് ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു പിന്നാലെ SFIയുടെ സ്ഥാനാർത്ഥി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എന്നുള്ളൊരു ആരോപണം കൂടി MSF പ്രവർത്തകർ ഉന്നയിച്ചു. അതിനു പിന്നാലെ ഈ SFIയുടെ സ്ഥാനാർത്ഥിയെ പോലീസ് തടഞ്ഞു വെച്ചു. പിന്നീട് SFI പ്രവർത്തകരെത്തി ഈ സ്ഥാനാർത്ഥിയെ മോചിപ്പിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയും വലിയ സംഘർഷം ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിലുണ്ടായി. അതിനൊക്കെ ഒടുവിലാണ് തൊട്ടപ്പുറത്ത്, അതായത് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മീറ്ററുകൾ മാത്രം അപ്പുറത്ത് വെച്ച് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായത്. പ്രവർത്തകർ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ചെടിച്ചട്ടി ഉപയോഗിച്ചും കയ്യിൽ കിട്ടിയ വടി ഉപയോഗിച്ചും ഹെൽമറ്റ് ഉപയോഗിച്ചും പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. പോലീസിന് യാതൊരു വിധത്തിലും ഇവരെ അനുനയിപ്പിക്കാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. കർശനമായ സുരക്ഷയിൽ, കൃത്യമായ സുരക്ഷയിൽ ഈ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നീട് ഈ സ്ഥിതിഗതികളൊക്കെ ശാന്തമാകുന്നത് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വരവോടുകൂടിയാണ്. അദ്ദേഹം എത്തിയതിന് പിന്നാലെയാണ് SFI പ്രവർത്തകർ ശാന്തരായത്. അതിനുശേഷം ഈ സംഘർഷത്തിൽ ഒരു അയവ് വരികയും ചെയ്തു. ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യം ചോദിക്കുകയും ചെയ്തു. കൃത്യമായ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നൽകുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സംഘർഷങ്ങൾക്കൊക്കെ ഒരു അയവുണ്ടായിട്ടുണ്ട്. റോഷ്നി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടാണ്. അവർ ഉന്നയിച്ചിരുന്നത് കാസർഗോഡുള്ള UUC MSFിൻ്റെ UUCയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ അയാൾ നിലവിൽ കർണാടകയിലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അല്പസമയം മുൻപാണ് പുറത്തുവിട്ടത്. തങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നും SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഏതായാലും
നിലവിൽ എല്ലാ സംഘർഷങ്ങൾക്കും ഒരു അയവുണ്ടായിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റിസൾട്ട് വരികയും ചെയ്യും. ശരി, നിലവിൽ അപ്പോൾ ഇപ്പോൾ റിസൾട്ട് 5 വരുമ്പോൾ മേജർ നമുക്ക് ആ സീറ്റുകളിലും റിസൾട്ടിലേക്ക് എത്താം. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.